രാജ്യം മുഴുവനും ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് 5 സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്നത്. ഈ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്ക് നടക്കുന്ന ഈ വോട്ടെടുപ്പിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്നത് ബംഗാളിലെ തെരഞ്ഞെടുപ്പാണ്. 3 വട്ടം തുടർച്ചയായി ബംഗാൾ ഭരിച്ച മമതാ ബാനർജി ഇപ്പോൾ 4ാമത് ഊഴം തേടി ജനങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. മമതയ്ക്ക് തുടർഭരണം കിട്ടുമോ, അതോ മമതയുടെ ഭരണം ജനം അവസാനിപ്പിക്കുമോ? ഈ ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ബംഗാളിലെ സ്ഥിതിവിശേഷം നമുക്ക് വളരെ സൂക്ഷ്മമായി ഒന്ന് അപഗ്രഥിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത്, അവിടെ SIR നടന്നതിന് ശേഷം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഏതാണ്ട് 60 ലക്ഷം പേർ വോട്ട് അസാധുവാണെന്ന് കണ്ട് 60 ലക്ഷം വോട്ടുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. മറ്റൊരു 60 ലക്ഷം വോട്ട് സംശയാസ്പദമാണെന്ന് കണ്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അവരോട് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. ഏതാണ്ട് അല്ലാതെയും ഒരു ചെറിയ സംഖ്യ ഈ പറഞ്ഞതുപോലെ വോട്ട് ചേർക്കാനുണ്ട്. അതായത് വർഷങ്ങളായി അഭയാർത്ഥികളായി ഇന്ത്യയിൽ കഴിയുന്ന, ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടി വന്ന ഏതാണ്ട് 6 ലക്ഷത്തോളം ആൾക്കാരുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവരെല്ലാവരും ഹിന്ദു, ക്രിസ്ത്യൻ, ബൗദ്ധ, ജൈന, സിഖ് മതങ്ങളിൽപ്പെട്ടവരാണ്. ഇവരൊന്നും തന്നെ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ടവരല്ല. ഇവർക്ക് വോട്ടവകാശം ഇതുവരെ ലഭിച്ചിട്ടില്ല. അവരും ഇക്കുറി വോട്ടവകാശം തേടി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് വോട്ടവകാശം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഇങ്ങനെ വളരെ സങ്കീർണമായ ഒരു SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അത് പൂർത്തിയായ ശേഷം നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. മാത്രമല്ല, ഈ ബംഗാളിൽ നമുക്കറിയാം, വലിയ രീതിയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ SIR നടപ്പാക്കാൻ ആരംഭിച്ചതോടുകൂടി കൂട്ടപ്പലായനം, ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവരുടെ, അതുപോലെ നുഴഞ്ഞു കയറിയ റോഹിംഗ്യകൾ, ഇവരൊക്കെ ഇന്ത്യയിൽ നിന്ന്, ബംഗാളിൽ നിന്ന് കൂട്ടപ്പലായനം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കേവലം SIR മാത്രമല്ല അതിന് കാരണം. ഫോറിനേഴ്സ് ആൻഡ് ഇമിഗ്രേഷൻ ആക്ട് 2025 അത് പാർലമെൻറ്റിൽ വളരെ പെട്ടെന്ന് പാസാക്കി അതിൻ്റെ വകുപ്പും ചട്ടങ്ങളുമൊക്കെ നിർമ്മിച്ച് അത് നടപ്പാക്കാൻ തുടങ്ങി കേന്ദ്ര സർക്കാർ. അതോടുകൂടി ഈ SIRന് പുറമെ മറ്റൊരു വലിയ വെല്ലുവിളി കൂടി തങ്ങൾക്ക് നേരെ വരുന്നു എന്ന് മനസ്സിലാക്കിയ നുഴഞ്ഞുകയറ്റക്കാർ അതിവേഗം ബംഗാൾ വിടാൻ ആരംഭിച്ചു. ഇത് മമതയുടെ നിലനിൽപ്പ് വലിയ രീതിയിൽ അപകടത്തിലാക്കി എന്ന് തന്നെ പറയാം. കാരണം ഈ നുഴഞ്ഞുകയറ്റക്കാരെ കൊണ്ടാണ് മമത അവിടെ പല തെരഞ്ഞെടുപ്പുകളും വിജയിച്ചു വന്നത്. 24 പർഗാനസ്, അതുപോലെ മൂർഷിദാബാദ്, മാൾഡ തുടങ്ങിയ ജില്ലകളിൽ വലിയ രീതിയിലാണ് നുഴഞ്ഞുകയറ്റം നടന്നത് ബംഗ്ലാദേശിൽ നിന്ന്. എന്നാൽ SIR വന്നതോടുകൂടി നുഴഞ്ഞുകയറിയ ബംഗ്ലാദേശികൾ മുഴുവനും ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അവർക്കറിയാം, അകത്താകും 5 വർഷത്തെ കഠിന തടവും വലിയൊരു തുക പിഴയും അടയ്ക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം തടവ് നീളും എന്നവർക്കറിയാം. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും വൃദ്ധരും ഒക്കെ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് ഇന്ത്യയുടെ അതിർത്തി കടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇങ്ങനെ ഏതാണ്ട് 1.25 കോടി വോട്ടുകൾ അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് അനധികൃത വോട്ടുകളാണ്, അസാധുവായ വോട്ടുകളാണെന്ന് കണ്ട് അത് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അവിടെ മമതയ്ക്ക് വെല്ലുവിളിയുണ്ട്. BJP ആകട്ടെ, BJPയുടെ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രവർത്തിച്ച് അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്കുമായി അവർ മുന്നോട്ട് പോകുന്നു. മമതയുടെ ഏറ്റവും കടുത്ത വെല്ലുവിളിയായി, മമതയ്ക്ക് പ്രതിപക്ഷമായി അവിടെ നിൽക്കുന്നത് BJP മാത്രമാണ്.
CPM-നെയും കോൺഗ്രസിനെയും അവിടെ കാണാനേ ഇല്ല. ഈ രണ്ട് പാർട്ടികളും ഉപ്പുവച്ച കലം പോലെയായിപ്പോയി. ഇതിനകത്തുണ്ടായിരുന്നവർ ഒരു വിഭാഗം നേരെ BJP-യിൽ ചേർന്നു, മറുവിഭാഗം നേരെ തൃണമൂലിലും ചേർന്നു. ഇങ്ങനെ ആ രണ്ട് പാർട്ടികളും നാമാവിശേഷമായി തകർന്ന തരിപ്പണമായി ബംഗാളിൽ ഒരു മത്സരം കാഴ്ചവെക്കാൻ പോലും കഴിയാത്തവണ്ണം അതീവ ദുർബലമായി പോയി എന്നതാണ് സത്യം. അതുപോലെ തന്നെ ഈ മമതയുടെ എക്കാലത്തെയും ശക്തി എന്ന് പറയുന്നത് 40% വരുന്ന മുസ്ലിം ന്യൂനപക്ഷമാണ്. ഈ മുസ്ലിം ന്യൂനപക്ഷം എല്ലാ കാലത്തും തനിക്കൊപ്പം ഉറച്ചു നിൽക്കും എന്നായിരുന്നു മമത കരുതിയത്. ഇപ്പോൾ അതിനൊരു വലിയ വെല്ലുവിളി ഉയർന്നിരിക്കുന്നു. അതായത് മമത തന്നെ വളർത്തിക്കൊണ്ടുവന്ന ഒരു തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ഇസ്ലാം വിശ്വാസിയായ ഒരു നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഹുമയൂൺ കബീർ എന്നാണ്. ഇന്നിപ്പോൾ ഈ ഹുമയൂൺ കബീറിനെ മമത പുറത്താക്കിയിരിക്കുകയാണ്. കാരണം അദ്ദേഹം ഈ 24 പർഗാനസ് എന്ന ജില്ലയിൽ, അതായത് അതിർത്തി ജില്ലയിൽ ഒരു ബാബറി മസ്ജിദ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതിന് തറക്കല്ലിട്ടു. ഇത് മമതയെ ഒട്ടൊന്നുമല്ല ചൊടിപ്പിച്ചത്. കാരണം BJP വലിയ രീതിയിൽ ഹിന്ദു വോട്ട് വാരിക്കൊണ്ട് പോകുന്നു. തൻ്റെ ഹിന്ദു വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ BJP സൃഷ്ടിച്ചിരിക്കുന്നു. ഇടതുപക്ഷത്തിനും കോൺഗ്രസിനുമൊക്കെ കാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന ഹിന്ദു വോട്ട് ഇന്നിപ്പോൾ BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മമതയെ സംബന്ധിച്ചിടത്തോളം ഈ ഹുമയൂൺ കബീറിൻ്റെ പള്ളി നിർമ്മാണം ഒരു വലിയ വെല്ലുവിളിയായി മാറി. അതിന് അനുമതി കൊടുത്താൽ, ഹുമയൂൺ കബീറിൻ്റെ എല്ലാ ചെയ്തികൾക്കും പ്രോത്സാഹനം നൽകിയാൽ ബാക്കി വരുന്ന ഹിന്ദു വോട്ട് ബാങ്ക് കൂടി തനിക്ക് നഷ്ടപ്പെടും എന്ന് മമത ഭയപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പള്ളി നിർമ്മാണത്തിന് എതിരെ രംഗത്ത് വന്നത്. എന്നാൽ ഹുമയൂൺ കബീർ ഇതൊന്നും കാര്യമാക്കാതെ ബാബറി മസ്ജിദ് നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോയി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ മമതയ്ക്ക് ഹുമയൂൺ കബീറിനെ പാർട്ടിയിൽ നിന്ന്, തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു. ഇന്ന് ആ ഹുമയൂൺ കബീർ സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിച്ച് 30 മണ്ഡലങ്ങളിൽ, അദ്ദേഹത്തിന് സ്വാധീനമുള്ള 30 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുകയാണ്. ഇവിടങ്ങളിൽ നാമമാത്രമാണെങ്കിലും കോൺഗ്രസും CPM-ഉം ഹുമയൂൺ കബീറിനെ പിന്തുണയ്ക്കും എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് മമതയ്ക്കും കൃത്യമായ ധാരണയുണ്ട്. മാത്രമല്ല, മമത ഹിന്ദുക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഈ തരാതരം മുസ്ലിം ഹിന്ദു വോട്ട് ബാങ്കുകൾ കയ്യിൽ വെച്ച് കളിച്ചുകൊണ്ടിരുന്ന മമത ഏറെക്കാലമായി മുസ്ലിം പ്രീണനം നിർബാധം നടത്തി വരുന്നതിൽ ഹിന്ദുക്കൾക്ക് കടുത്ത പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തെ തണുപ്പിക്കാൻ, ഹിന്ദുക്കളെ തൃപ്തിപ്പെടുത്താൻ അവിടെ പ്രധാനപ്പെട്ട 3 ക്ഷേത്രങ്ങൾ, ദേവാലയങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി സർക്കാർ ചെലവിൽ മമത നിർമ്മിച്ചു കൊടുത്തു. ഇത് വലിയ രീതിയിൽ മുസ്ലിം വിശ്വാസികൾക്കിടയിൽ മമതയ്ക്കെതിരായ ഒരു വികാരം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതായത് ഈ ഹിന്ദുക്കൾക്ക് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും നിർമ്മിച്ചു കൊടുക്കുന്ന മമത ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ മുസ്ലിം വിരോധം പുറത്തെടുക്കും, മുസ്ലിങ്ങൾക്ക് എതിരാകും എന്നാണ് അവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷം ഭയക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ കഴിഞ്ഞ 3 ടേമിലും 3 തെരഞ്ഞെടുപ്പുകളിലും മമതയ്ക്കൊപ്പം നിന്നു. അതായത് 2011 മുതൽ 15 വർഷം അവർ വോട്ട് നൽകി മമതയുടെ മമതയെയാണ് പിന്തുണച്ചത്. ഇന്നാദ്യമായി അവർ മമതയെ കൈവെടിഞ്ഞിരിക്കുന്നു. അവർ ഇപ്പോൾ ഹുമയൂൺ കബീറിനൊപ്പമാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ ഇത് സൃഷ്ടിക്കുമെന്നാണ് BJP-യുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ BJP ഈ ഒരു നീക്കത്തെ, മമതയുടെയും ഹുമയൂൺ കബീറിൻ്റെയും നീക്കങ്ങളെ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. BJP അതിനനുസരിച്ച് കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. 1ാം ഘട്ടവും 2ാം ഘട്ടവുമൊക്കെ ആയി വരുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJP-യുടെ തന്ത്രം കൃത്യമായി ബംഗാളിൽ വിജയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. അതായത് മമതയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്ക് വലിയ വിള്ളലുണ്ടാവുകയും അത് ഹുമയൂൺ കബീറിലേക്ക് പോവുകയും ചെയ്താൽ
ഹുമയൂൺ കബീറിന് കുറച്ച് MLA-മാരെ കിട്ടും. പക്ഷേ മമതയുടെ ഈ ഒരു അപ്രമാദിത്വം അവിടെ തകർന്നു പോകും. മമതയ്ക്ക് മൂക്കു കുത്തേണ്ടി വരും എന്നാണ് BJP-യുടെ കണക്കുകൂട്ടൽ. ഇപ്പുറത്ത് കൃത്യമായി ഹിന്ദു വോട്ട് ബാങ്ക് ഉപയോഗിച്ച് പരമാവധി സീറ്റുകളിൽ വിജയിച്ചു വന്നാൽ BJP-യെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമാണ്. ഒരു പക്ഷേ ബംഗാളിൽ ഒരു തൂക്ക് സഭ വന്നാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് BJP വരികയും തൊട്ടു പിന്നിൽ മമത എത്തുകയും അതുപോലെ ഹുമയൂൺ കബീർ ഒരു 30 സീറ്റുകൾ എങ്കിലും വിജയിച്ചു വരികയും ഹുമയൂൺ കബീറും ഒവൈസിയുടെ പാർട്ടിയും അവിടെ മത്സരിക്കുന്നുണ്ട്. രണ്ടുപേരും ചേർന്ന് 30 സീറ്റുകളെങ്കിലും പിടിച്ചെടുത്താൽ ബംഗാളിൽ ഒരു തൂക്കുസഭ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം അവിടെ BJP-ക്ക് മേൽക്കൈ ഉണ്ടാകും. BJP-യുടെ ഭരണം ആദ്യമായിട്ട് ബംഗാളിൽ വരും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ബംഗാൾ പഴയതുപോലെ മമതയുടെ ചൊൽപ്പടിക്ക് നിൽക്കുമോ, അതോ മമതയോടുള്ള മമത ഉപേക്ഷിച്ച് ബംഗാൾ ജനത BJP-യെ പുൽകുമോ, അതോ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു തൂക്ക് സഭ സൃഷ്ടിച്ചു കൊടുക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.